പോവാമേ. എന്നാ ഞങ്ങള് ഇറങ്ങാമേ. അച്ഛാ ഇറങ്ങാം. പിശാചുക്കൾ പിന്നെയും കയറി വന്നോ? അല്ല, എന്താ അവിടെ തന്നെ നിന്നളഞ്ഞ്? വരൂ. അല്ല, ഇതാരോ രോഹിത്തോ? പതിവില്ലാതെ അമ്മയൊക്കെ കൊണ്ട്. അതെ, രോഹിത്തിന്റെ സുസ്മിതയുടെയും കല്യാണം നിശ്ചയിച്ചിരുന്നല്ലോ. അതിന്റെ മുഹൂർത്തം നോക്കാനായിട്ടാ പത്മാവതിയും കൂട്ടി വരാൻ പറഞ്ഞത്. തിരക്കില്ലെങ്കിലേ നിങ്ങൾക്കത് കഴിഞ്ഞിട്ട് പോവാം. ആയിക്കോട്ടെ. അല്ല, എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? പത്മാവതി ഇങ്ങോട്ടിരിക്കേ. ഇങ്ങോട്ടിരിക്കും പത്മാവതി. രോഹിത്തെ, നീയും വന്നിരിക്കേ. എടോ ഇരിക്കടോ, അമ്മ പറഞ്ഞു കേട്ടില്ലേ? പൊന്നി, കുടിക്കാൻ എന്തെങ്കിലും എടുക്കണേ? അല്ല, കോഫി ആവാലല്ലേ? സുസ്മിത, നീ ഇവിടെ അമ്മയുടെ അടുത്ത് ചെന്നിരിക്കേ. അമ്മയോ? ഇവരോ? ഇരിക്കേ. സുസ്മിതേ, നീ ഇവിടെ വന്നിരുന്നേ. സുസ്മിതേ, ഇരിക്കേ. തൊലയാനായിട്ട്. മുഹൂർത്തം ഞങ്ങള് കണിമംഗലം തിരുമേനിയോട് കുറിച്ച് വാങ്ങിയിരുന്നു. അക്കാര്യം പത്മാവതിയോടും കൂടി ആലോചിക്കാനെ വിളിച്ചു വരുത്തിയത്. പിളച്ചേട്ടാ, കണിമംഗലം എന്താ പറഞ്ഞത്? ഈ വ്യാഴാഴ്ച ഉദയത്തിന് ശേഷം 13 വിനാഴിക കഴിയുമ്പോൾ വരുന്ന മുഹൂർത്തം ബഹുവിശേഷമെന്നാ തിരുമേനി പറഞ്ഞത്. വ്യാഴാഴ്ച എന്ന് പറഞ്ഞാ മറ്റന്നാളോ? അതെ. മറ്റന്നാളോ? എനിക്കിപ്പോ വേണ്ട, ഞാൻ കഴിച്ചല്ലേ ഉള്ളൂ. അവിടെ പൊന്നി, നീ സുസ്മിതയ്ക്ക് ഒരു കോഫി കൊടുക്ക്. തൊണ്ട വരണ്ടിരിക്കുമ്പോ കോഫി നല്ലതാ. അല്ല, മറ്റന്നാളെന്ന് പറയുമ്പോ ഇവിടെ ഒരു അസൗകര്യമില്ല. പത്മാവതിയുടെ ഭാഗത്ത് ഒരുക്കങ്ങൾക്ക് കൂടുതൽ സമയം വേണമെങ്കിൽ അത് പറയാം. ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു തടസ്സവും. കാലമാടാ. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോ പ്രത്യേകിച്ച് ഒരുക്കത്തിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഭക്ഷണം കാറ്ററിംഗ് ആര് ഏൽപ്പിക്കണം? ബാക്കിയുള്ളതൊക്കെ ഇവന്റ് മാനേജ്മെന്റ് ആര് നോക്കിക്കൊള്ളും. സരളയുടെ ഭാഗത്തുനിന്ന് എത്ര ആൾക്കാർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കല്യാണമായതുകൊണ്ട് ഒന്നും കുറയ്ക്കാൻ പറ്റില്ലല്ലോ. അത് ശരിയാ. ഈ മുറ്റത്ത് തന്നെ പന്തലിട്ട് നടത്താന്നാ വിചാരിക്കുന്നത്. വളരെ വേണ്ടപ്പെട്ടവരെ മാത്രം ചടങ്ങിന് ക്ഷണിക്കാം.
ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും എല്ലാം ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു പാർട്ടി സൗപർണിക ഓഡിറ്റോറിയത്തിൽ അറേഞ്ച് ചെയ്തിട്ടുമുണ്ട്. പത്മാവതിയുടെ ഭാഗത്ത് നിന്ന് എത്ര പേര് വരും എന്നുള്ളത് നേരത്തെ ഒന്ന് പറയണം. ഞങ്ങൾക്കങ്ങനെ ഒരുപാട് ബന്ധുക്കാരൊന്നും ഇല്ല. ചടങ്ങിന് ക്ഷണിക്കാനായിട്ട് വേണ്ടപ്പെട്ട 10-20 ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ശരി, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്തോളാം. അല്ല, ഇനി സംസാരിച്ച് തീരുമാനിക്കേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വേറെ ഒന്നുമില്ല. ആ, പത്മാവതിയും രോഹിതും ഒക്കെ തലേന്ന് മുതൽ ഇവിടെ തന്നെ ഉണ്ടാവണം. സരള ബന്ധുക്കളോടൊപ്പം വരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാ കാര്യങ്ങൾ അങ്ങനെയൊക്കെ നടക്കട്ടെ. ആയിക്കോട്ടെ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ സത്യാമ്മേ. ശരി, വരട്ടെ മോളെ. വരട്ടെ. ആ ശരിയാ. വാ മോനെ. ഞാനൊന്ന് അമ്മയെ ബസ് സ്റ്റോപ്പിലാക്കിയിട്ട് വരാം ബ്രോ. ആ ഞങ്ങളും ഇറങ്ങാൻ നിൽക്കുക. നിങ്ങളോട് ഇനി പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. വേണ്ട, ഞങ്ങൾ എത്തിക്കൊള്ളാം. പ്രീതി, അവളെ ഞാൻ ഇനി പ്രത്യേകം വന്ന് ക്ഷണിക്കണോ? വേണ്ട സത്യാമ്മ. എന്തായാലും സത്യാമ്മ നാളെ രാമായണ പൂജയ്ക്ക് വരുന്നുണ്ടല്ലോ. അക്കൂട്ടത്തില് പ്രീതിയും ക്ഷണിക്കാം. ഒപ്പം അർജുനേട്ടനെ. ഞാൻ എന്റെ മകളുടെ കാര്യം മാത്രമേ ചോദിച്ചുള്ളൂ ശാലിനി. ഭാമേ, ഇനി അത്രയും ചെറിയ പിണക്കങ്ങളൊക്കെ വച്ചുകൊണ്ടിരിക്കണോ ഭാമേ? രാഘവേട്ട, അതൊന്നും സംസാരിക്കാനുള്ള അവസരമല്ലിത്. ഏതായാലും സുസ്മിതയുടെ കാര്യത്തിലൊരു തീരുമാനമായല്ലോ, അത് തന്നെ ധാരാളം. സുസ്മിതയുടെ കാര്യത്തിൽ തീരുമാനമായിരുന്നോ? എന്താ വിഷ്ണു നീ ഉദ്ദേശിക്കുന്നത്? ഞാൻ അവളെ കഴുത്തി കല്ല് കെട്ടി കയത്തിലേക്ക് മറ്റേ താഴ്ത്തുകയാണോ? പിന്നല്ലാതെ എന്താ? അയ്യോ, അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ലമ്മ. സുസ്മിതയ്ക്കൊരു നല്ല ജീവിതം കിട്ടാത്തതിന്റെ വിഷമം ഉണ്ടായിരുന്നു എനിക്ക് ഇത്രയും കാലേ. ഈ കഴിഞ്ഞ 2 തവണ സുസ്മിതയുടെ കല്യാണം മുടക്കിയത് ഞാനാണല്ലോ. അപ്പൊ അതിങ്ങനെ മനസ്സിൽ കിടന്ന് തിളച്ചിട്ടേ അതിനൊരു തീരുമാനമായില്ലെന്ന് ഞാൻ ഉദ്ദേശിച്ചതേ. എന്നാ ഞങ്ങളിന്ന് ഇറങ്ങാണ്. മോളെ സുസ്മിതേ, കല്യാണക്കാര്യത്തിൽ നിന്റെ അഭിപ്രായമൊന്നും പറഞ്ഞില്ല. അവളെന്താ അങ്ങനെ പോയത്? മനസ്സിങ്ങനെ നിറഞ്ഞു തുളുമ്പുമ്പോഴേ ചിലർക്ക് ചിലപ്പോ വാക്കുകളൊന്നും കിട്ടില്ല ഭാമേ. അല്ല, സന്തോഷം കൊണ്ടേ. ഓ, അതാണല്ലേ. അല്ല, സുസ്മിതയുടെ കല്യാണം നടക്കുന്നതേ ഇവിടെ എല്ലാവർക്കും എന്ത് സന്തോഷമല്ലേ. ഇത് നമ്മൾ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു രാഘവേട്ട. അതെ അതെ അതെ.
വിഷ്ണുട്ടാ, സത്യാമ്മ പൂജയ്ക്ക് വരുമെന്ന് പ്രീതി ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല. നമുക്കത് കൈയോടെ വിളിച്ചു പറഞ്ഞാലോ? പറഞ്ഞു. എന്തായി ശാലിനി? സത്യാമ്മ വരാന്ന് സമ്മതിച്ചു. സത്യം? ആ. അപ്പൊ ഇനി രാമായണ പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കോ. ഒട്ടും കുറയ്ക്കണ്ട. നമുക്ക് ഇത് നന്നായിട്ട് ആഘോഷിക്കണം. ഒരുക്കങ്ങളൊക്കെ കഴിയാറായില്ലേ? അയ്യോ, ഒരു കാര്യം വിട്ടുപോയി. എന്താ? പൂജയ്ക്ക് വെക്കേണ്ട വിഗ്രഹം ഏതാ ശാലിനി? നമുക്കേ ഒരു ഉണ്ണിക്കണ്ണന്റെ വിഗ്രഹം വെച്ചാലോ? അതെ, പ്രീതിയുടെ വയറ്റിലൊരു ഉണ്ണിക്കണ്ണനില്ലേ, അതുപോലൊരു ഉണ്ണിക്കണ്ണൻ. പ്രീതിയുടെ വയറ്റിൽ ഉണ്ണിക്കണ്ണനോ? എന്റെ പൊന്നു പടുക്കൂസേ, രാമായണ പൂജയ്ക്ക് ശ്രീരാമന്റെയും സീതാദേവിയുടെ വിഗ്രഹമല്ലേ വെക്കേണ്ടേ? ഒരിക്കലും നിങ്ങൾ രണ്ടാളെയും പോലെ വനവാസത്തിലായിരുന്നല്ലോ അവര്. അവരുടെ വിഗ്രഹങ്ങൾ തന്നെ പൂജിച്ചു കളയാൻ. അല്ല, അതിവിടെ ഉണ്ടോ ശാലിനി? ഒരെണ്ണം ഉണ്ട്, കുറച്ച് പഴയതാ. സാരമില്ല, ഞങ്ങൾ വരുമ്പോ പുതിയത് വാങ്ങിച്ചോണ്ട് വരാം. വേറൊന്നുമില്ലല്ലോ? ഇല്ല ശാലിനി. ശരി. പ്രീതിയുടെ വയറ്റിലെ കുഞ്ഞ് മരിച്ചിട്ടില്ല എന്നല്ലേ ശാലിനി പറഞ്ഞതിന്റെ അർത്ഥം? അപ്പൊ അബോഷനായെന്ന് പറഞ്ഞത് അതെങ്ങനെ സാധിക്കും? ശാലിനി എന്തായാലും ഇതെന്നെ കേൾപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഉള്ളിൽ തട്ടി തന്നെ പറഞ്ഞതാ. പ്രീതിയുടെ കുഞ്ഞ് അബോഷനായെന്ന് പറഞ്ഞതും സത്യം, ഇപ്പോ കുട്ടി വളരുന്നുണ്ടെന്ന് പറഞ്ഞതും സത്യം. അത് കണ്ടുപിടിച്ചേ പറ്റൂ. രോഹിത് അമ്മയെ കൊണ്ടാക്കാൻ പോയിട്ട് നേരം കുറയല്ലോ, കാണുന്നുമില്ല. വന്നല്ലോ. എടോ, നമുക്കേ രോഹിത്തിനോട് നമ്മളൊന്ന് ഡ്രോപ്പ് ചെയ്യാന്ന് വെച്ചാലോ? അത് വേണോ? നമുക്ക് ഒരു ഓട്ടോ പിടിച്ചങ്ങ് പോവാം. അതല്ലടോ, പിണക്കങ്ങളൊക്കെ മാറിയില്ലേ? ഞാനിവിടെ ജീപ്പ് ഇട്ടിട്ട് പോയതിൻ്റെ ഒരു നീരസുണ്ട് അമ്മയ്ക്ക്. അപ്പൊ അതും കൂടി ഒന്ന് മാറിക്കോട്ടെ. അല്ല, എന്തോ ഒരു സ്വകാര്യം. ഞങ്ങളെ രോഹിത്തിനോട് ഒരു ലിഫ്റ്റ് വയ്ക്കുന്ന കാര്യം ആലോചിക്കായിരുന്നു. എന്താ അങ്ങനെ പറഞ്ഞേ? ഇത് നിങ്ങളുടെ സ്വന്തം കാറല്ലേ? വാ, വന്ന് കയറ്. എന്താടോ? പോകാല്ലേ? സത്യാമ്മ. ഏയ്, അമ്മ ഇപ്പൊ എന്ത് പറയാനാ? അമ്മയ്ക്ക് സന്തോഷാവേ ഉള്ളൂ. ശാലിനി പറഞ്ഞതിന്റെ പൊരുൾ അറിയണമല്ലോ. ഈ കാറിൽ കയറി പറ്റിയ അവരുടെ സംസാരത്തിൽ നിന്ന് വിവരം അറിയാം. എങ്ങോട്ടാ ബ്രോ പോകേണ്ടത്? രാമായണ പൂജയ്ക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. അങ്ങനെയാണെങ്കിൽ ബസാറിലേക്ക് പോവാം. ബസാറിലേക്ക് പോകുന്നതിനിടെ എന്തെങ്കിലും രഹസ്യങ്ങളൊക്കെ പറ. എനിക്കിവിടെ വെറുതെ പതുങ്ങിയിരിക്കാൻ വയ്യ കേട്ടോ. ഇതെന്താ ആരും ഒന്നും സംസാരിക്കാത്ത?
ഇവളോ? പൂച്ച പൂച്ചെടിയുടെ മറവിൽ ഒളിച്ചിരിക്കുന്നത് പോലെ ഇവൾ എന്ത് കോമാളിത്തരം കാണിക്കുക? ഓ, അവക്കെന്തോ കാര്യമൊക്കെ അറിയാൻ വേണ്ടിയാന്ന് തോന്നുന്നു. വിഷ്ണു ഏട്ടാ, അയ്യോ എന്നെ കാണും. രോഹിത്തിനോടെ മറ്റേ ആളെ കാണുന്ന കാര്യം പറഞ്ഞായിരുന്നോ? ആരെ? വിഷ്ണുവേട്ടൻ അക്കാര്യം മറന്നോ? ആ സുസ്മിത എങ്ങാനും അയാളെ കണ്ടെത്തിയ സുസ്മിതയെ രോഹിതുമായിട്ടുള്ള കല്യാണം മുടങ്ങും. അതാരാ? താൻ എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് മനസ്സിലാവണില്ല. വിഷ്ണുവേട്ടൻ എന്തിനാ അക്കാര്യം ഒളിച്ചു വെക്കുന്നേ? ഈ കാറിനകത്തിപ്പോ നമ്മള് 3 പേര് മാത്രമല്ലേ ഉള്ളൂ. നമുക്ക് തുറന്ന് സംസാരിച്ചാൽ എന്താ കുഴപ്പം? സുസ്മിത ഒരു കാരണവശാലും അയാളെ കുറിച്ച് അറിയാൻ പാടില്ല. രോഹിത് തന്നെ അയാളെ വേറെ എങ്ങോട്ടെങ്കിലും മാറ്റണം. കല്യാണം മുടക്കാൻ കഴിയുന്ന ഒരാളോ? അതൊരു തുറുപ്പ് ചീട്ടാണല്ലോ. ജീവൻ കൊടുത്തും അയാളെ കണ്ടെത്തണം. എടോ, താ കാര്യം വ്യക്തമായിട്ട് പറ, എനിക്ക് മനസ്സിലാവണില്ല. പറയാം, വണ്ടി ഒന്ന് നിർത്തിയേ. എന്താണ്? വിഷ്ണുവേട്ടൻ ഇറങ്ങ്. രോഹിത്തും എന്താണ്? ഇടൂ, എനിക്കൊന്നും മനസ്സിലാവണില്ല. കാര്യം പറ. എന്താ ഇവര് പറയുന്നത്? വിഷ്ണുവേട്ടനും രോഹിത്തും ഇപ്പൊ അങ്ങോട്ടേക്ക് നോക്കരുത്. ആ കാറിനുള്ളിലെ സുസ്മിതയുണ്ട്. ഈ ഗ്ലാസ് കാരണം ഒന്നും കേൾക്കാനും വയ്യല്ലോ. നമ്മുടെ അടുത്തുനിന്ന് എന്തൊക്കെയോ രഹസ്യങ്ങൾ കണ്ടെത്താനായിട്ട് അവള് ഡിക്കി കയറിയതാ. അവള് കേൾക്കാനായിട്ടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അവക്കേ നമ്മളൊരു പണി കൊടുക്കണ്ടേ? കൊടുക്കണം. പെട്ടിക്കുള്ളിൽ കുടുങ്ങിയ എലിയെ പോലെ അവളെ രോഹിത്തിന്റെ കയ്യിലേക്ക് കിട്ടിയിരിക്കുക. ഇനി രോഹിത് ചെയ്യേണ്ടത് എന്തോ കാര്യമായിട്ടുള്ള പ്ലാനാണല്ലോ. ഇതിന്ന് ഞാൻ പൊളിക്കും. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ. ഒരു ഡോറ് മാത്രമേ അടഞ്ഞുള്ളല്ലോ. അപ്പൊ അവര് കേറിയില്ലേ? അവര് കയറിയില്ലെങ്കിൽ കയറണ്ട. ഇവൻ കാണാൻ പോകുന്നത് ആരെയാണെന്ന് കണ്ടുപിടിക്കണം. അതെ, ഇന്നിനി സുസ്മിതയ്ക്ക് ശുഭയാത്ര. അതെ, ഈ യാത്ര അവൾ ഒരിക്കലും മറക്കില്ല.